ടൂർ പോയി. ആ ടൂർ പോയതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ഇട്ടേക്കുന്നത്. ഞങ്ങൾ പോയത് തിരുവനന്തപുരത്ത് വേളി, അതുപോലെ ഞങ്ങൾ പോയത് സൂ മ്യൂസിയം ആയിരുന്നു. മ്യൂസിയം അടുത്തായിരുന്നു, പക്ഷേ മ്യൂസിയത്തിൽ കയറാനുള്ള സമയം കിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റഡി ടൂറിനായിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് അറിവുകൾ നേടുന്ന സ്ഥലമുണ്ട്. പിന്നെ പാർക്കുകളുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ. സൈഡിൽ തന്നെ ഒരു ലിറ്റിൽ പാർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്ട് ഒത്തിരി സാധനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് വെളിയിൽ തന്നെ നടക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാനായിട്ട് അവർ ഈ പോസ്റ്റേഴ്സായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു, എൻ്റെ അമ്മൂമ്മ, പിന്നെ എൻ്റെ ചേട്ടൻ, പിന്നെ എൻ്റെ അപ്പച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ശ്രീന്. ഇത് ഞങ്ങളുടെ ഒരപ്പച്ചിയുടെ കൊച്ചുമോനാണ്, ആശപ്പച്ചിയുടെ കൊച്ചുമോനാണ്. ശ്രീനു എൻ്റെ കയ്യിൽ ഇച്ചിരം കഴിയുമ്പോഴത്തേക്ക് ശ്രീനു എൻ്റെ കയ്യിൽ വന്നു. നല്ല തിരക്കുണ്ട്. ഇത് ശ്രീനു. പിന്നെ അടുത്ത അമ്മൂമ്മ നിൽപ്പുണ്ട്. ഞങ്ങളുടെ അമ്മ കയറി വന്നു, പക്ഷെ അമ്മയുടെ തല കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിന്നും ഉണ്ട് നമുക്ക് സാധനങ്ങളുടെ. പിന്നെ ഇവിടെ ഒത്തിരി ഇതുണ്ട്, ചെടികൾ. അതെല്ലാത്തിൻ്റെ ഒരു പീസ് വിധേ ഉള്ളെങ്കിലും ഒത്തിരി ഉണ്ട്. ശ്രീനോട് ചിരിക്കാൻ പറയാം ഞാൻ. അത് നന്നായിട്ട് ചിരിച്ചു തന്നു എനിക്ക്. പിന്നെ ഞാൻ ഏകദേശം ഞങ്ങൾ ക്ഷീണിച്ചു. വെളിയിൽ കയറിയിട്ട് വന്നിട്ട് ഏകദേശം ഒരു കൊല. ഇത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാനും അമ്മ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ. അമ്മയാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. ഇവനൊരു അനിയത്തിയും കൂടെ. ഇത് കുരങ്ങന്മാരാണ്. ഒത്തിരി കുരങ്ങനുണ്ട്. പക്ഷെ ഞാൻ കുരങ്ങനെയൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അതുങ്ങൾ എന്നെ മാറുമായിരുന്നു. ഇതിലെ മൗഗ്ലി സിനിമയ്ക്കകത്ത് അതിനെ സെയിം ആയിട്ട് എടുത്ത് വെച്ചേക്കണം. ഇതൊരു പ്രതിമ. ഇതുപോലെ ഒത്തിരി പ്രതിമയുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അതിൽ എല്ലായിടത്ത് ആൾക്കാരുണ്ട്. ഇത് പിന്നെ വേറെ കുരങ്ങ്. ഹനുമാൻ കുരങ്ങൊക്കെ ഇവിടുന്ന് ചാടിപ്പോയി. അതിൻ്റെ കേജൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുരങ്ങുണ്ട്, ഞാൻ ചാടിച്ചാടി കളിക്കുക. പിന്നെ നമ്മുടെ അവിടെ പച്ചത്തത്ത, ഈ അണ്ണാന്, പിന്നെ ഒരു കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു, അങ്ങനൊരു കോഴി ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇതാണ് നമ്മുടെ മൂങ്ങ. അത് പ്രതിമ പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് പിന്നെ ഓരോ പക്ഷികളാണ്. പക്ഷികളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒത്തിരി പക്ഷികളുണ്ടായിരുന്നു. ഇത് നമ്മൾ നോർമലി കാണുന്ന പക്ഷി, അത് കാണാത്ത പലതരത്തിലുള്ള പക്ഷികളായിരുന്നു. ഇത് പിന്നെ ആ ചില പക്ഷികൾ കേജിനകത്തൊന്നുമില്ല. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് പക്ഷി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ഭയങ്കര നാണം കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ആ കേജിന് സൈഡിൽ ഒളിച്ചിരിക്കുന്നത് അതിനെ കിട്ടുന്നേ ഇല്ല എനിക്ക്. നിശ്ചരം കഴിയുമ്പോൾ അതിൻ്റെ നാണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. നിശ്ചരം കഴിയുമ്പോഴത്തേക്ക് അത് ഇറങ്ങി വന്നു. അത് ശ്രീനും കാണുന്നില്ല. ഇത് പിന്നെ അതുങ്ങൾ ഒളിച്ച് പോയി അവിടെ ഇരിക്കുകയാണ്. എല്ലാം അങ്ങ് അകത്തോട്ട് ഇവർക്ക് ഒളിക്കാൻ സ്ഥലമുണ്ട്, അവിടോട്ട് പോയി. ഇത് നല്ല ധൈര്യപൂർവ്വം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ സ്ഥലത്ത് തന്നെ വന്നു. ഇതിൻ്റെ പേരൊക്കെ ഞാൻ ചിലതിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ നാണം ആയിട്ട് പോയിരുന്നത്. അതിപ്പോൾ ഇച്ചിരി ഫുഡ് കഴിക്കാനെന്ന് തോന്നും ഇങ്ങോട്ട് വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇത് മൂങ്ങയുടെ വേറെ സെക്ഷൻ. ഇത് വെള്ളിമൂങ്ങ. ഇത് കഴുകനാണ്. ഇതിനൊക്കെ കാണാൻ നല്ല പാടായിരിക്കും. കേജ് ഒത്തിരി ഉണ്ട്. ഇതിന് 2-3 ലെയർ കേജ്, പറന്നൊന്നും പോകാതിരിക്കാൻ. കഴുകൻ ഞാൻ വിചാരിച്ചതിനേക്കാൾ ചെറുതാണ്. ഞാൻ ഇച്ചിരി നല്ല സൈസിലുള്ളതാണ് നമ്മളെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഇത് മുതലൊന്നേ ഉള്ളൂ. ഇതിനൊക്കെ വിഷമമാകത്തില്ല. ഇത് ഒത്തിരി 2-3 സ്പീഷീസാണ്. ഇത് കൊക്കും ഉണ്ട്, അതിനകത്ത് ഇത് താറാവുണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ പക്ഷികളുണ്ടായിരുന്നു. എല്ലാത്തിനും കൂടെ ഒരുമിച്ചിട്ടേക്കുമായിരുന്നു. ഈ ഒരു ട്രീ മാത്രമേ ഞാൻ എടുത്ത് തന്നെയായിരുന്നു. ഈ ട്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ട്രീ പുഷ്പിച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് പറഞ്ഞ ശ്രീബ്രോയാണ്. ഇത് ശ്രീബറിൻ്റെ അറിവല്ല, ഇത് ആ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. എല്ലാ മരത്തിനെ കുറിച്ച് ബോർഡും അതിൻ്റെ ഡീറ്റെയിൽസും സ്പീഷീസും അല്ലെങ്കിൽ പ്രത്യേകത ആയിട്ടുള്ള ഏതെങ്കിലും വന്നെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓരോ അറിവുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതി വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് എന്നെ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെന്തോ ഞാൻ മറന്നുപോയി. പക്ഷെ നല്ലിതാണ്. നല്ല ഏതൊരു ജീവിയാണ്, വെള്ളത്തിൽ താമസിക്കുന്നതൊക്കെയാണ്. അത് കരടി 2 ഉണ്ടായിരുന്നു. ആ കരടി അവിടെ പിടിച്ചാൽ കഴിയുമ്പോൾ ആ കരടി നടന്ന് കുലുങ്ങി വരും. അതവിടെ പതുക്കെ ഇരിപ്പുണ്ട്. വേറെ കരടി അങ്ങ് മണ്ട കയറിപ്പോയി. ഇതിന് മണ്ടയിലോട്ട് ഇച്ചിരി സ്പേസ് ഉണ്ട്. ഇത് ആമ, നക്ഷത്രാമയാണ്. വേറെ ആമകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് പിന്നെ അതൊരു കിളി. എല്ലാം കിളികളാണ്. അതിനെ കാണാനും നല്ല പാടാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ കമ്പി കുഴപ്പമില്ല, പക്ഷെ അല്ലാതെ കാണുമ്പോഴാണ് കുഴപ്പമില്ല. 2 കരടിയും കൂടെ ഒരുമിച്ച് വന്നു. ഇത് പിന്നെ സിംഹം ആണ്, ലയൺ. കാട്ടിലെ രാജാവിനെ കണ്ടു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതിന് കാട്ടിലെ രാജാവ് ഇനിയും വേറെ മണ്ടയിലൊക്കെ കിടക്കണം. കാട്ടിലെ രാജാവ് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി നമ്മുടെ പുലിക്കുട്ടന്മാരെ കടത്തിയിട്ടുണ്ടായിരുന്നു.
അതൊക്കെ അങ്ങ് മണ്ടയിലായിട്ട് അത് കിടപ്പുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു ഇതാണ് ഞാൻ ഫസ്റ്റ് തൊട്ടതാണ് എന്തോ ഇത് എന്തോ എനിക്കിത് ഓർമ്മ വരുന്നില്ല എന്തോന്ന്. ഇത് ഹിപ്പോപ്പൊട്ടാമസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹിപ്പോപ്പൊട്ടാമസ് നേരിട്ടില്ല ടി വി കൂടെ കണ്ടു കാണും. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ എൻ്റെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ബുക്ക് ഉണ്ടാകുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചില്ല, എൻ്റെ ഫ്രണ്ട് പേജ്. ഇത് ഒത്തിരി മാനാണ്. ഇനി ഇത് ഒത്തിരി കൈൻഡ്സ് ഓഫ് മാനെ നമുക്കിവിടെ കാണാം. അതുകൊണ്ട് അവിടെ ഒരു മാൻ നിൽപ്പുണ്ട്. ഇത് പിന്നെ ആ മാൻ്റെ ഒരു കൂട്ടമാണ്, ഒത്തിരി മാനുണ്ട്. ഇത് പിന്നെ ഓസ്ട്രിച്ച്. ഇത് എനിക്ക് ഇടയ്ക്ക് വെച്ച് ക്ലിയർ ആവാത്തത്. അത് മാനാണ്, കൊമ്പുള്ള മാൻ, കൊമ്പില്ലാത്ത മാൻ, അങ്ങനെ ഒത്തിരി മാനുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ കൂട്ടം. ഇത് പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഇതിൻ്റെ അകത്തോടുള്ള എൻ്റെ മൊബൈൽ വീണുപോയാൽ പിന്നെ കിട്ടത്തില്ല, ആ രീതിയിൽ അത്രയും ഹൈറ്റിലാണിത്. ഇത് പിന്നെ നമ്മുടെ പുലി എന്ന് ചോദിച്ചു. ഇത് പിന്നെ സിംഹം ഒരു ക്യാമ്പറിൽ KG അടച്ചിട്ടുണ്ട്, അതാണ്. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് പുലി. ഇത് വരയം പുലി, നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിലൊക്കെ കിടപ്പുണ്ട് വരയം പുലി. ഇന്നത് പതുക്കെ ആഹാരം കഴിക്കാൻ അതിനകത്ത് നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പം എടുത്തതാണ്. ഭയങ്കര തള്ളായിരുന്നു ഇവിടെ. ഇത് പിന്നെ ഞങ്ങൾ പാമ്പിനെ കാണാൻ കയറിയതാണ്. ഒത്തിരി പാമ്പുണ്ട്, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.